നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വി രാജേഷ് തിരുവനന്തപുരം മേയറായതിനു ശേഷം അദ്ദേഹത്തിന്റെ മാധ്യമ പ്രസ്താവനകളായിക്കോട്ടെ, അദ്ദേഹത്തിന്റെ പ്രസ് മീറ്റുകളായിക്കോട്ടെ, പ്രസംഗമായിക്കോട്ടെ, എന്ത് തന്നെ ആയിക്കോട്ടെ, അദ്ദേഹത്തിന് കൃത്യമായ ക്ലാരിറ്റി ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. അതായത് ഒരു കാര്യത്തിനെ കുറിച്ച് വെറുതെ അങ്ങ് മൈക്ക് കാണുമ്പോൾ വിളിച്ച് പറയുന്നതല്ല. അതിൻ്റെ ഒരു ഓൺലൈൻ മീഡിയയിലായിക്കോട്ടെ, ഏതൊരു മൈക്ക് തന്നെ ഫ്രണ്ടിൽ വരുമ്പോഴും കൃത്യമായി പഠിച്ച കാര്യങ്ങൾ കൃത്യമായി വിശദീകരിച്ച് തന്നെ അദ്ദേഹം പറയാൻ ശ്രമിക്കാറുണ്ട്. അതിന് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് അല്പസമയം മുൻപ് മന്ത്രി ശിവൻകുട്ടിക്ക് നൽകിയ മറുപടിയിൽ നിന്ന് വ്യക്തമാകുന്നത്. അത് മന്ത്രിക്ക് നേരിട്ട് നൽകിയ മറുപടിയല്ല, മന്ത്രി പറഞ്ഞ, അതായത് ശിവൻകുട്ടി പറഞ്ഞ കാര്യങ്ങൾ മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ മാധ്യമങ്ങൾക്ക് നൽകിയ മറുപടിയാണ്. അതിനുശേഷം വീണ്ടും കുറച്ച് ചോദ്യങ്ങളുമായി മാധ്യമങ്ങൾ വരുമ്പോൾ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമില്ല, അത് നിങ്ങൾ കൊടുക്കൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നിട്ട് വി രാജേഷ് പറയുന്നുണ്ട്, അദ്ദേഹം പറയുന്ന ഓരോ കാര്യവും ഞാൻ ആസ്വദിക്കുകയാണ്, ഉടനെ തന്നെ അദ്ദേഹത്തിനെ ഞാൻ കാണുന്നുണ്ട്, നേരിട്ട് പോയി കാണുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി BJPയുടെ മേയർ അധികാരത്തിലേറിയതിനു ശേഷം, അല്ലെങ്കിൽ തിരുവനന്തപുരം മേയർ അധികാരത്തിലേറിയതിനു ശേഷം ആദ്യമായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരുന്നത്. എന്തുകൊണ്ട് പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ അദ്ദേഹം തിരുവനന്തപുരത്തെ വിമാനത്താവളത്തിൽ എത്തിയിരുന്നില്ല? ഗവർണറും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയും ശേഷം മേയറുമാണ് പ്രധാനമന്ത്രിയെ സ്വീകരിക്കാനുള്ളത്. അദ്ദേഹത്തിന്റെ പേര് ആ പട്ടികയിലും ഉണ്ടായിരുന്നില്ല. എന്തുകൊണ്ടാണ് എന്നാണ് ചോദിക്കുന്നത്. ഇതിന് രൂക്ഷമായ ഭാഷയിൽ ശിവൻകുട്ടിയും മറുപടി അല്ലെങ്കിൽ പ്രതികരണം നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു. അതായത് പ്രധാനമന്ത്രി വന്നതിലോ പോയതിലോ പറഞ്ഞ കാര്യങ്ങളിലോ ഒന്നുമല്ല വി രാജേഷ് അവിടെ എത്തിയില്ല. BJPക്കാർക്കോ വി രാജേഷിനോ ഇല്ലാത്ത ദണ്ഡമായിരുന്നു സത്യത്തിൽ മന്ത്രി ശിവൻകുട്ടിക്ക് കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നത്. അദ്ദേഹം പറയുന്നത് കോട്ടിട്ട് വരേണ്ടതല്ലേ, പോകേണ്ടതായിരുന്നില്ലേ, മേയറിന്റെ കോട്ടിട്ട് അവിടെ പോകേണ്ടതായിരുന്നില്ലേ, പകരം അദ്ദേഹം പോയത് പുത്തരിക്കണ്ട മൈതാനത്തിലായിരുന്നല്ലോ എന്ന്. എന്തുകൊണ്ടാണ് എന്ന ചോദ്യത്തിന് വി രാജേഷ് നൽകുന്ന മറുപടി എന്ന് പറയുന്നത്, തീർച്ചയായും അദ്ദേഹം വരുമ്പോൾ ഗവർണറും ശേഷം മുഖ്യമന്ത്രിയും ശേഷം മേയറും തന്നെയാണ് അദ്ദേഹത്തെ പ്രോട്ടോകോൾ പരമായി അദ്ദേഹത്തെ സ്വീകരിക്കാനുള്ളത്, ഉത്തരവാദിത്തമുണ്ട്. പക്ഷെ നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കൂ, അദ്ദേഹം തിരിച്ചു വരുമ്പോൾ പ്രധാനമന്ത്രിയുടെ സുരക്ഷാ വാഹനത്തിന് തൊട്ട് പിന്നാലെ മറ്റു വാഹനങ്ങളൊന്നും ഉണ്ടാകുകയില്ല. അതിനുശേഷം ഏകദേശം 40ഓളം വാഹനങ്ങൾക്ക് ശേഷമായിരിക്കും എന്റെ വാഹനം ഉണ്ടാവുക. എനിക്ക് മുൻ മേയർമാരെ പോലെ ഇടയ്ക്ക് കയറി ഓവർടേക്ക് ചെയ്ത് പോകാൻ പറ്റില്ല, അതും ഒരു പ്രോട്ടോകോൾ ലംഘനമാണ്. അപ്പോൾ ഇത്രയും 40 വാഹനങ്ങൾക്ക് പുറകെയായി ഞാൻ വരുമ്പോൾ, ഇങ്ങ് പുത്തരിക്കണ്ട മൈതാനത്ത് ഞാൻ എത്തുമ്പോൾ പ്രധാനമന്ത്രി ഈ PMGയിൽ ഞാൻ എത്തുമ്പോൾ പ്രധാനമന്ത്രി പുത്തരിക്കണ്ട മൈതാനത്ത് അദ്ദേഹത്തിന്റെ പ്രസംഗം ആരംഭിച്ചിട്ടുണ്ടാകാം. അപ്പോൾ ഞാൻ ഈ പാളയത്ത് നിന്ന് ഈ കാര്യങ്ങളൊക്കെ വീക്ഷിക്കേണ്ട ഒരു സാഹചര്യം, മൊബൈൽ ഫോണിലൂടെ പ്രധാനമന്ത്രിയുടെ പ്രസംഗം കാണേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. അതിനേക്കാൾ നല്ലതായി ഏകദേശം 2.5 മണിക്കൂർ ആദ്യം പ്രധാനമന്ത്രി ഇരിക്കവേ തന്നെ മേയർ എന്ന നിലയിൽ സംസാരിക്കേണ്ട ഒരു ഉത്തരവാദിത്തം ഉണ്ടായിരുന്നു. ശേഷം BJPയുടെ പരിപാടിയിൽ എനിക്ക് സംസാരിക്കേണ്ട ഉത്തരവാദിത്തം ഉണ്ടായിരുന്നു. അപ്പോൾ 2.5 മണിക്കൂർ അദ്ദേഹം ആ വേദിയിൽ ചിലവഴിക്കുന്നതല്ലേ നല്ലത് എന്ന് മനസ്സിലാക്കിയതിന് പിന്നാലെയാണ്, ചർച്ചകൾക്ക് ശേഷം തന്നെയാണ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകാതിരുന്നത് എന്ന് കൃത്യമായി വി രാജേഷ് പറയുന്നുണ്ട്. മാത്രമല്ല, പ്രോട്ടോകോളിനെ കുറിച്ച് പറയുന്ന മന്ത്രി ശിവൻകുട്ടിയുടെ പണ്ടത്തെ പ്രോട്ടോകോളിനെ കുറിച്ചും അദ്ദേഹം ഒന്ന് ഓർമ്മപ്പെടുത്തി. ഇവർ പണ്ട് പ്രതിപക്ഷ നേതാക്കൾ ഈ പ്രതിപക്ഷത്തിരുന്നപ്പോൾ കാണിച്ച പ്രോട്ടോകോളൊക്കെ എന്താണെന്ന് ഈ നാട്ടിലെ കൊച്ചുകുട്ടികൾ പോലും കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല, അദ്ദേഹം പറയട്ടെ. ഞാൻ മേയറായതിനു ശേഷം അത് ഒരുപാട് കാര്യങ്ങളുമായി പ്രതികരിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞോട്ടെ, അദ്ദേഹത്തിന് പറയാനുള്ള സ്വാതന്ത്ര്യമില്ലേ എന്ന് പറഞ്ഞ വി രാജേഷ് കൃത്യമായ മറുപടി കൊടുക്കുന്നുണ്ട്. എന്തായാലും വി രാജേഷിന്റെ മറുപടി നമുക്കൊന്ന് കേൾക്കാം. അത് സ്വാഭാവികമായിട്ടുള്ളൊരു ഭരണപരമായ നടപടിയാണ്. അതിപ്പോൾ മാത്രമല്ല, ഞാൻ ജില്ലാ പ്രസിഡന്റ് ആയിരുന്നപ്പോഴേക്കും 100 കണക്കിന് നോട്ടീസ് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഹൈക്കോടതിയുടെ കർശന നിരീക്ഷണവും നിർദ്ദേശമൊക്കെ ഉള്ള സ്ഥിതിക്ക് കോർപ്പറേഷൻ അതിൻ്റെ ഭരണപരമായ കാര്യങ്ങൾ ചെയ്യണം. ഇത് സ്ഥിരമുള്ളതാണ്. CPMന്റെ എനിക്ക് തോന്നുന്നു 100 കണക്കിന് നിരവധി FIRകൾ CPM ജില്ലാ സെക്രട്ടറിക്കെതിരെയും കോൺഗ്രസ് DCC പ്രസിഡന്റിനെതിരെയുണ്ട്. ഞാൻ ജില്ലാ പ്രസിഡന്റ് ആയിരുന്നപ്പോഴേക്കും ചില സമയത്തൊക്കെ ഇതിൻ്റെ പ്രശ്നം നമ്മളൊക്കെ പലപ്പോഴും ചെയ്യുന്നത് ഫ്ലക്സ് പ്രിൻ്റ് ചെയ്യുന്നവരോട് അവർ തന്നെയാണ്. ഈ രാത്രിയൊക്കെ പ്രിൻ്റ് ചെയ്ത് കഴിയുമ്പോൾ പ്രവർത്തകർ മറ്റുള്ള പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെട്ടിരിക്കുമ്പോൾ ഫ്ലക്സ് പ്രിൻ്റ് ചെയ്യുന്നവർ എന്നെ കൊണ്ട് വയ്ക്കാറുണ്ട്. അപ്പോഴാണ് ഇങ്ങനെയൊക്കെയുള്ള പലപ്പോഴും സംഭവിക്കുന്നത്. ഞാനിത് പ്രാക്ടിക്കലി ഫേസ് ചെയ്തിട്ടുള്ള ആളാണെന്നാണ് പറയുന്നത്. അപ്പോൾ പിറ്റേന്ന് രാവിലെ പാർട്ടി പ്രവർത്തകരൊക്കെ വരുമ്പോഴേക്കും മാധ്യമങ്ങൾ വന്ന് എടുത്ത് വാർത്തയാക്കി കഴിഞ്ഞിരിക്കും. BJPയുടെ പരിപാടിയായിട്ട് ബന്ധപ്പെട്ട ബോർഡുകൾ അങ്ങനെ രാവിലെ ഫുട്പാത്തിലാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ പാർട്ടി പ്രവർത്തകർ ബന്ധപ്പെട്ട് പരമാവധി അത് നീക്കം ചെയ്തിരുന്നു. അന്ന് ഒരു പകൽ മാറ്റാൻ പറ്റാത്ത ചില ബോർഡുകൾ ചില സ്ഥലത്തുണ്ടായിരുന്നു. അതൊക്കെയാണ് മാധ്യമങ്ങളെടുത്ത് വാർത്ത കൊടുത്ത്, സോഷ്യൽ മീഡിയയിൽ വാർത്ത കൊടുത്ത് ജില്ലാ അധ്യക്ഷൻ അതറിഞ്ഞ ഉടൻ തന്നെ അദ്ദേഹം ആ തിരക്കിനിടയിലും പരമാവധി ബോർഡുകളൊക്കെ തന്നെ അവിടെ നീക്കം ചെയ്തിരുന്നു.
അപ്പോൾ കോർപ്പറേഷൻ നോട്ടീസ് കൊടുത്ത് പിറ്റേ ദിവസം ഉച്ചയ്ക്ക് 1:30 മണിക്ക് കേസ് വീണ്ടും ഹൈക്കോടതി വെച്ചിരുന്നു. ആ സമയത്തുള്ളൊരു ഭരണപരമായ നടപടിയാണത്. അതിൻ്റെ രീതിക്കത് ഇപ്പോൾ പ്രധാനമന്ത്രി വരുമ്പോൾ സുരക്ഷാ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷനും പാർട്ടിയുടെ നേതൃത്വത്തിനൊക്കെ തന്നെ ഒരുപാട് തിരക്ക് പിടിച്ച പരിപാടി ആവശ്യങ്ങൾ വരും. ഇപ്പോൾ SPG ഒക്കെ ഓരോ നിമിഷവുമാണ് അവരുടെ ചില തീരുമാനങ്ങൾ മാറ്റുകയും പുതിയ രീതിയിൽ ഇപ്പോൾ വേദിയിൽ ഇന്ന മാറ്റങ്ങൾ വരുത്തണം, കടന്നു വരുന്ന വഴികൾ മാറ്റം വരുത്തണം എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ സ്വാഭാവികമായിട്ട് അറ്റൻഷൻ മുഴുവനും നേതൃത്വത്തിന് അക്കാര്യങ്ങളിൽ പ്രധാനമന്ത്രിയുടെ സുരക്ഷയുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പോകേണ്ടി വരും. അപ്പോൾ ചിലപ്പോൾ ഏതെങ്കിലും 1-2 സ്ഥലത്തിരുന്ന ബോർഡിലൊക്കെ ശ്രദ്ധിക്കാൻ സാധിച്ചില്ല. പക്ഷേ ഇങ്ങനെ മാധ്യമങ്ങളിലൊക്കെ തന്നെ യാത്രക്കാർക്ക് ചെറിയ ബുദ്ധിമുട്ടുണ്ടാകുന്നുള്ള വാർത്ത അറിഞ്ഞ സമയത്ത് തന്നെ BJPയുടെ തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷൻ തന്നെ നേരിട്ട് ഇടപെട്ടിട്ട് പരമാവധി ബോർഡുകൾ നീക്കം ചെയ്യാനുള്ള നിർദ്ദേശം കൊടുത്തിരുന്നു. പാർട്ടി പ്രവർത്തകർ മാറ്റിയിരുന്നു. പക്ഷേ എവിടെ 1-2 സ്ഥലത്ത് ഫ്ലക്സ് കമ്പനിക്കാർ കൊണ്ടുവച്ച ബോർഡ് ശ്രദ്ധയിൽപ്പെടാത്താണ് വീണ്ടും വാർത്ത കൊടുത്തത്. കോടതിയിലേക്ക് കോർപ്പറേഷൻ സെക്രട്ടറിക്ക് അഫിഡവിറ്റ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അത് ഭരണപരമായ ഒരു നടപടിയുടെ ഭാഗമാണ്. ഇതാദ്യമൊന്നുമല്ല. നിങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും ജില്ലാ നേതാക്കന്മാർക്കെതിരെ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ പിഴ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ FIR എടുത്തിട്ടുണ്ട്. അതൊക്കെ നിയമപരമായിട്ടുള്ള കാര്യങ്ങളും ഭരണപരമായിട്ടുള്ള കാര്യങ്ങളും അതൊക്കെ തരത്തിൽ ഇപ്പോൾ അതിലപ്പുറമുള്ള ഒരു വാർത്താ പ്രാധാന്യമൊന്നും എനിക്ക് തോന്നുന്നില്ല ഇതിലുണ്ട്. അല്ല ഈ പറയുന്നതിനൊന്നും മറുപടി പറയാനുള്ള സമയമില്ല. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് തന്നെ തോന്നിയില്ല അന്ന് എയർപോർട്ടിൽ പോയിരുന്നെങ്കിൽ മറ്റു 2 പരിപാടികൾ എത്താൻ സാധിക്കില്ല. അതായത് ഞാനിപ്പോൾ കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറയാം. എയർപോർട്ടിൽ നിന്നും പ്രധാനമന്ത്രിയുടെ വാഹനം വരുമ്പോഴേക്കും അതിൻ്റെ ക്രൈറ്റീരിയ എന്താണ്? പ്രധാനമന്ത്രിയുടെ വാഹനം, അതിൻ്റെ മുൻപിലും പിൻപിലുമായിട്ട് അദ്ദേഹത്തിൻ്റെ സുരക്ഷാ വാഹനങ്ങൾ, അത് മിനിമം ഒരു 15 വാഹനങ്ങൾ കാണും. അദ്ദേഹത്തിൻ്റെ സുരക്ഷാ വാഹനം ഈ ബോംബ് സ്ക്വാഡൊക്കെ ഉൾപ്പെടെ. അത് കഴിഞ്ഞാൽ പ്രോട്ടോകോൾ അനുസരിച്ച് അടുത്ത ഗവർണറാണ്. ഗവർണറുടെ സുരക്ഷാ വാഹനം ഒരു 10 വാഹനം അതുണ്ടാകും. അത് കഴിഞ്ഞാൽ അടുത്ത വാഹനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ കാണും. മുഖ്യമന്ത്രിയുടെ വാഹനത്തോടൊപ്പം മിനിമം ഒരു 15 മുതൽ 20 വരെ വാഹനങ്ങൾ സുരക്ഷാ വാഹനങ്ങളുണ്ടാവും. ഇനി ഞാൻ എയർപോർട്ടിൽ പോയിരുന്നെങ്കിൽ മേയറുടെ വാഹനം വരാൻ പോകുന്നത് മുഖ്യമന്ത്രിയുടെയും സുരക്ഷാ വാഹനത്തിൻ്റെ, അതായത് ആംബുലൻസ് കഴിഞ്ഞിട്ട്, മോട്ടോർ കേഡിൽ ആംബുലൻസ് കഴിഞ്ഞിട്ടാണ് മേയർക്ക് വരാൻ പറ്റുന്നത്. അപ്പോൾ പ്രധാനമന്ത്രി കഴിഞ്ഞ് ഏകദേശം ഒരു 40ാമത്തെ വാഹനമായിട്ടായിരിക്കും മേയറുടെ വാഹനം വരുന്നത്. അതിനർത്ഥം പ്രധാനമന്ത്രി ഓവർബ്രിഡ്ജിൽ റോഡ് ഷോയ്ക്ക് ഇറങ്ങുമ്പോഴേക്ക് മേയർ നിൽക്കുന്നത് PMGയിലായിരിക്കും. പിന്നീട് അങ്ങോട്ട് വാഹനം വിടുകയില്ല. അപ്പോൾ PMG മുതൽ പുത്തരിക്കണ്ടം വരെ ഞാൻ നടന്നു പോകേണ്ടി വരും. പിന്നെ പ്രധാനമന്ത്രിയും പ്രസിഡൻറ്റും വേദിയിൽ കയറി കഴിഞ്ഞാൽ മറ്റാരെയും വേദിയിൽ കയറ്റുകയില്ല. അപ്പോൾ എനിക്ക് എയർപോർട്ടിൽ പോയി കഴിഞ്ഞാൽ പ്രധാനമന്ത്രി പുത്തരിക്കണ്ടത്ത് പ്രസംഗിക്കുമ്പോൾ ഞാൻ PMGയിൽ നിന്ന് മൊബൈലിൽ കാണേണ്ടി വരും. അപ്പോൾ അതിനേക്കാളും തിരുവനന്തപുരത്തിനും അതുപോലെ തന്നെ 2ാമത്തെ പരിപാടി BJPയുടെ രാഷ്ട്രീയ പരിപാടിയായിരുന്നു. BJPക്കും മേയർ എന്നുള്ള നിലയ്ക്ക് എനിക്കും കൂടുതൽ കാര്യങ്ങൾ ഗുണപ്പെടുന്നത് പ്രധാനമന്ത്രിയോടൊപ്പം 2-2.5 മണിക്കൂർ പുത്തരിക്കണ്ടത്തിലെ വേദിയിൽ ചെലവഴിച്ചതുകൊണ്ടാണ്. അങ്ങനെ തലേ ദിവസം പാർട്ടിയുടെ ഉന്നത തലത്തിൽ ചർച്ച ചെയ്ത് മേയറുമായി ആശയവിനിമയം നടത്തിയതിന് ശേഷമാണ് മേയർ പ്രധാനമന്ത്രിയെ പുത്തരിക്കണ്ടത്ത് മൈതാനിൽ സ്വീകരിക്കാം. MP ശശി തരൂരിൻ്റെ പേരും ഇവിടുത്തെ ലിസ്റ്റിലില്ലായിരുന്നു, എയർപോർട്ടിലില്ല. കാരണം എന്താണ്? MP എയർപോർട്ടിൽ പോയാൽ പുത്തരിക്കണ്ടത്തെത്താൻ പറ്റില്ല. തലേ ദിവസം ഞങ്ങൾ ചർച്ച നടത്തിയപ്പോൾ രാജീവ് ചന്ദ്രശേഖർജിയും എയർപോർട്ടിൽ പോയാൽ പുത്തരിക്കണ്ടത്തെത്താൻ പറ്റില്ല. അങ്ങനെ പുത്തരിക്കണ്ടത്തിൽ രാജീവ് ചന്ദ്രശേഖർജിയുടെ പേരവിടെ ഉണ്ടായിരുന്നു, പക്ഷേ പുത്തരിക്കണ്ടത്തെത്താൻ പറ്റില്ല. അങ്ങനെ രാജീവ് ചന്ദ്രശേഖർജിയും പോയില്ല. മേയർ സ്വീകരിക്കണമെന്ന് തീരുമാനിച്ചത് പുത്തരിക്കണ്ടം മൈതാനിയിലാണ്. ഞാൻ മേയറായതിനു ശേഷം അദ്ദേഹം പലതരത്തിലുള്ള പ്രസ്താവന ഞാൻ ഒരു പ്രസ്താവനയും പ്രതികരിച്ചില്ലല്ലോ. അദ്ദേഹത്തിന് പ്രസ്താവന നടത്താനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾ കൂടെ. പ്രോട്ടോക്കോളൊക്കെ നിയമസഭയിലെ പ്രോട്ടോക്കോൾ, പഴയ പ്രോട്ടോക്കോളൊക്കെ ഞാൻ പറയണോ? അല്ല, പ്രോട്ടോക്കോൾ ഒരു പ്രതിപക്ഷത്തായിരുന്നപ്പോൾ നിയമസഭയിൽ നടന്ന പ്രോട്ടോക്കോളൊക്കെ ഞാൻ പറയണോ? ഞാനത് അദ്ദേഹം പറയുന്നതൊക്കെ ഞാൻ ആസ്വദിക്കുകയാണ്. അതായത് ഞാൻ മേയറായ ശേഷം ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റുകൾ വന്നല്ലോ, അത് നമുക്ക് ആ തരത്തിൽ നിങ്ങൾ ഒരു സ്വാതന്ത്ര്യം കൂടെ അദ്ദേഹം പറയട്ടെ. എന്താണ് തിരുവനന്തപുരം നഗരത്തെ ഈ രാജ്യത്തെ 1ാമത്തെ നഗരമാക്കാൻ വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് എല്ലാ പിന്തുണയും തരാം എന്ന് പറഞ്ഞതിൽ അതൃപ്തി അറിയിക്കുന്നവർ തിരുവനന്തപുരം നഗരം വളരാൻ ആഗ്രഹിക്കാത്തവരാണ്, അല്ലേ? മോഡിജി പറഞ്ഞെന്താണ്? തിരുവനന്തപുരം നഗരം വളരാൻ വേണ്ടിയുള്ള എല്ലാ പിന്തുണയും കേന്ദ്ര ഗവൺമെൻറ് തരും. അതിൽ അതിർത്തി ചിലർ അറിയിക്കുന്നല്ലേ താങ്കൾ പറയുന്നത്? അപ്പോൾ അവരാണ് ഈ നഗരത്തിന് മുന്നോട്ട് പോകാൻ സമ്മതിക്കാത്തത്. എന്തായാലും ശരി, എന്നെ പൊതുസമൂഹത്തിന് കൃത്യമായി ബോധ്യമായി. ഞങ്ങൾ ഫെബ്രുവരി മാസത്തിൽ നിങ്ങളെ മാധ്യമങ്ങൾ ഉൾപ്പെടെയൊക്കെ ക്ഷണിച്ചുകൊണ്ട് ഒരു 4-5 തരത്തിലുള്ള കോൺക്ലേവുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. അതിലാണ് ഡീപ്പായിട്ടുള്ള ഡിസ്കഷൻ വരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ റിപ്പോർട്ട് തയ്യാറാക്കി PMOയുമായിട്ടും കേന്ദ്ര മന്ത്രാലയങ്ങളുമായി ബന്ധപ്പെട്ട് ഓരോ മന്ത്രാലയങ്ങളെ കൊണ്ട് പ്രോജക്റ്റുകൾ പ്രഖ്യാപിക്കും. വളരെ പക്വതയോടെ വ്യക്തമായിട്ട് ഒരു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥ എന്നുള്ള നിലയ്ക്ക് വളരെ നന്നായിട്ട് ആ ക്ലാരിഫിക്കേഷൻ ശ്രീലയ ചേച്ചി തന്നെ തന്നിട്ടുണ്ട്. ക്ഷണിച്ചതനുസരിച്ചിട്ടാണ് ഞങ്ങളൊക്കെ തന്നെ ആ പരിപാടിയിൽ ശ്രീലയ ചേച്ചി ഉൾപ്പെടെ പറഞ്ഞല്ലോ ഇരിപ്പിടം വേദിയിൽ കിട്ടിയത് ക്ഷണിച്ചിട്ടാണ്. അതിനുശേഷം പ്രധാനമന്ത്രിയുടെ അടുത്തേക്ക് അവരെന്തും ചെയ്ത സീറ്റിൽ തന്നെ നിന്നു. അതിൻ്റെ ക്ലാരിഫിക്കേഷൻ അവർ തന്നെ തന്നല്ലോ.